നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും വരാനിരിക്കുന്ന ഐശ്വര്യപൂർണമായ വിഷുദിനത്തിൻ്റെ മംഗളാശംസകൾ നേരുന്നു. നക്ഷത്രഗതികളും ഗ്രഹനിലകളും സൂചിപ്പിക്കുന്നത് വരാനിരിക്കുന്ന മേടമാസം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കുമെന്നാണ്. വിഷു എന്നാൽ വെറും ആഘോഷമല്ല, അത് സമത്വത്തിൻ്റെ ഉത്സവമാണ്. സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന പുണ്യനിമിഷം. ഈ 2026 ഏപ്രിൽ 15 മേടം 2 പുലർച്ചെ നാം കാണുന്ന കണി നമ്മുടെ ഒരു വർഷത്തെ മുഴുവൻ ഊർജത്തെയും നിർണയിക്കുന്നു. എന്നാൽ കണിയേക്കാൾ നമ്മൾ പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധ നൽകാത്ത ഒന്നാണ് വിഷു കൈനീട്ടം. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങണം? ഏത് ദിശയിൽ നിന്ന് വാങ്ങണം? ഏത് ദിശയിൽ നിന്ന് വാങ്ങണം? ഗ്രഹനിലപ്രകാരം ആർക്കാണ് ഈ വർഷം ഭാഗ്യം നൽകാനുള്ള യോഗമുള്ളത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം ആഴത്തിൽ ചർച്ച ചെയ്യുന്നത്. വിഷു കൈനീട്ടം എന്നത് വെറും പണം നൽകലല്ല, അതൊരു ഊർജ കൈമാറ്റം, എനർജി ട്രാൻസ്ഫറാണ്. ധനത്തിൻ്റെ ദേവതയായ മഹാലക്ഷ്മിയും സ്ഥിതികാരകനായ മഹാവിഷ്ണുവും ഒരേപോലെ അനുഗ്രഹിക്കുന്ന നിമിഷമാണിത്. ജ്യോതിഷത്തിൽ ധനത്തിൻ്റെ അധിപൻ വ്യാഴമാണ്. എന്നാൽ ഐശ്വര്യത്തിൻ്റെ കാവൽക്കാരൻ കുബേരനാണ്. കുബേരൻ്റെ ദിക്കായ വടക്ക് നിന്ന് തെക്കോട്ട് വേണം പണമൊഴുകാൻ. നൽകുന്ന ആൾ വടക്കോട്ട് മുഖം തിരിഞ്ഞു നിന്ന് വടക്ക് നിന്ന് അനുഗ്രഹം സ്വീകരിച്ച് തെക്കോട്ട് നിൽക്കുന്ന ആൾക്ക് നൽകണം. വാങ്ങുന്ന ആൾ തെക്ക് നിന്ന് വടക്കോട്ട് നോക്കി നിൽക്കണം. ഇതിൻ്റെ പൊരുൾ കുബേരൻ്റെ കാരുണ്യം നേരിട്ട് കൈവെള്ളയിൽ സ്വീകരിക്കുന്നു എന്നതാണ്. നിലവിളക്ക് കിഴക്കോട്ട് ദർശനമായിരിക്കണം. കിഴക്ക് സൂര്യൻ്റെ ദിക്കാണ്, പ്രകാശത്തിൻ്റെ ദിക്കാണ്. ആ പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ വേണം ധനലക്ഷ്മി വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. 2026 ഗ്രഹനില പരിശോധിക്കുമ്പോൾ വ്യാഴത്തിൻ്റെ അനുഗ്രഹത്താലും ശനിയുടെ രാശിമാറ്റങ്ങൾക്കിടയിലുള്ള അനുകൂല സ്ഥിതിയാലും ചില നക്ഷത്രക്കാർക്ക് ലക്ഷ്മി കടാക്ഷം കൂടുതലായി കാണുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയാൽ അത് വാങ്ങുന്നവർക്ക് 10 ഇരട്ടി ഐശ്വര്യം കൊണ്ടുവരും. അശ്വതി, ഭരണി, ചൊവ്വയുടെയും ശുക്രൻ്റെയും സ്വാധീനം ഇവരിൽ ഈ വർഷം ശക്തമാണ്. രോഹിണി, പുണർതം, പൂയം, ചന്ദ്രനും വ്യാഴവും ഇവർക്ക് അനുകൂലമായതിനാൽ ഇവരുടെ കൈ പുണ്യമാണ്. മകം, പൂരം, രാജകീയ നക്ഷത്രങ്ങളായ ഇവരിൽ നിന്ന് വാങ്ങുന്നത് സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സഹായിക്കും. ചിത്തിര, വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നാളുകാർക്ക് ഇപ്പോൾ രാശിഫലപ്രകാരം സമൃദ്ധിയുടെ സമയമാണ്. ഉത്രാടം, തിരുവോണം, പൂരുട്ടാതി, രേവതി സർവ ഐശ്വര്യങ്ങളും വിളയാടുന്ന രാശിയിലാണ് ഈ വർഷം ഇവരുള്ളത്. ഈ പറഞ്ഞ 15 നക്ഷത്രക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവർ വേണം കുടുംബത്തിലെ മുതിർന്നവരോടൊപ്പം ചേർന്ന് കൈനീട്ടം നൽകാൻ. ഇവരുടെ രാശിപ്രഭാവം കുടുംബത്തിലെ മറ്റു അംഗങ്ങളിലേക്ക് പടരും. ദോഷസ്ഥാനത്തുള്ള 5 നക്ഷത്രങ്ങൾ. ഇതൊരിക്കലും ആ വ്യക്തികളുടെ കുറ്റമല്ല, മറിച്ച് ഈ വർഷത്തെ അവരുടെ ഗോചരഫലം അനുസരിച്ചുള്ള പ്രത്യേകതയാണ്. ഉത്രം, ആയില്യം, പൂരാടം, അത്തം, ചതയം ഈ നക്ഷത്രക്കാർ ഈ വിഷുവിന് കൈനീട്ടം കൊടുക്കുന്നതിനേക്കാൾ മുതിർന്നവരിൽ നിന്ന് സ്വീകരിക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. ഇവരുടെ ഗ്രഹനിലയിൽ ചെറിയ ചില പ്രതിബന്ധങ്ങൾ ഉള്ളതിനാൽ ഇവർക്ക് ധനം കൈമാറാൻ ഉചിതമായ സമയമല്ല ഇത്. ദോഷം തീരാൻ ഇവർ ഈ ദിവസം ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. കൈനീട്ടം നൽകുന്ന രീതി അതീവ ശ്രദ്ധയോടെ വേണം ചെയ്യാൻ. കൈനീട്ടം നൽകുന്ന ആൾ നാണയം മാത്രം നൽകരുത്. ഒരു സ്വർണവർണ്ണമുള്ള കണിക്കൊന്ന പൂവോ
തുളസിയിലയോ ഒപ്പം അല്പം നെല്ല് അല്ലെങ്കിൽ പച്ചരിയും ആ നാണയത്തോടൊപ്പം ചേർക്കണം. ഇത് സമൃദ്ധിയുടെ, ധനം പ്ലസ് ധാന്യം പ്ലസ് പ്രകൃതി പ്രതീകമാണ്. നൽകുന്ന ആൾ 3 വട്ടം നാരായണ എന്ന് ചൊല്ലണം. വാങ്ങുന്ന ആൾ ഓം നമോ നാരായണായ എന്ന് ജപിച്ച് അത് 2 കൈകളും നീട്ടി സ്വീകരിക്കണം. 5 രൂപയുടെ പ്രാധാന്യം. സാധിക്കുമെങ്കിൽ 5 രൂപയുടെ നാണയം ഉപയോഗിക്കുക. പഞ്ചഭൂതങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന സംഖ്യയാണ് 5. മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട അക്കം കൂടിയാണിത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ 15 ഭാഗ്യനക്ഷത്രങ്ങളെയും 5 ദോഷനക്ഷത്രങ്ങളെയും കുറിച്ച് പറഞ്ഞു. എന്നാൽ ബാക്കിയുള്ള ചില നാളുകാരുണ്ട്. കാർത്തിക, മകയിരം ഇവർക്ക് ഈ വർഷം മിശ്രഫലമാണ്. കൈനീട്ടം നൽകുന്നതിൽ തടസ്സമില്ല. എങ്കിലും നൽകുന്നതിന് മുൻപ് ഇവർ ഈശ്വര പ്രാർത്ഥന നടത്തുന്നത് ഉചിതമായിരിക്കും. തിരുവാതിര, രാഹുവിൻ്റെ സ്വാധീനമുള്ളതിനാൽ ഇവർ കൈനീട്ടം നൽകുമ്പോൾ കൂടെ ഒരു തുളസിയില കൂടി വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ദോഷങ്ങളെ ശമിപ്പിക്കും. ചോതി, വായു ഭഗവാന്റെ നക്ഷത്രമാണ്. ഇവർക്ക് ഈ വിഷുക്കാലം വലിയ ദോഷങ്ങളില്ലാത്ത സമയമാണ്. കൈനീട്ടം നൽകുന്നത് വഴി ഇവർക്ക് പുണ്യം ലഭിക്കും. മൂലം, കേതുദശയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗണപതി ഭഗവാനെ ധ്യാനിച്ചു വേണം കൈനീട്ടം നൽകാൻ. കുടുംബത്തിലെ ഐശ്വര്യത്തിനായി ഇവർക്ക് കൈനീട്ടം നൽകാവുന്നതാണ്. അവിട്ടം, ചൊവ്വയുടെ ഈ നക്ഷത്രക്കാർക്ക് ധനപരമായ കാര്യങ്ങളിൽ ഉന്നതിയുണ്ടാകും. കൈനീട്ടം നൽകുന്നത് വഴി നിങ്ങളുടെ ഐശ്വര്യം മറ്റുള്ളവരിലേക്കും പകരാൻ സാധിക്കും. ഒരു കാര്യം ഓർക്കുക, ജ്യോതിഷം നമുക്ക് വഴിവിളക്കാണ്. പക്ഷേ സഞ്ചരിക്കേണ്ടത് നമ്മളാണ്. നിങ്ങളുടെ നക്ഷത്രം ഏതുമാകട്ടെ, അത് ഏറ്റവും രാശിയുള്ള 15 നക്ഷത്രങ്ങളിൽ ഒന്നാകട്ടെ, അല്ലെങ്കിൽ ഈ വർഷം അല്പം ശ്രദ്ധിക്കേണ്ട 5 നക്ഷത്രങ്ങളിൽ ഒന്നാകട്ടെ, ഒരു കാര്യം മറക്കരുത്. വിശ്വാസത്തിന് അതീതമായ ഒരു ജ്യോതിഷവുമില്ല. ഈ വിഷുക്കാലം നിങ്ങളുടെ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഭഗവത് നാമം ഉരുവിടുക. വിഷു ദിവസം പുലർച്ചെ നിങ്ങൾ കണി കാണുമ്പോൾ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് ഈ ഒരു വർഷം എനിക്ക് നല്ലത് വരണമേ എന്ന് മാത്രമല്ല, എൻ്റെ കൈകൾ കൊണ്ട് ലോകത്തിന് നല്ലത് വരണമേ എന്ന് കൂടിയായിരിക്കണം. നിങ്ങൾ നൽകുന്ന ആ 1 രൂപയുടെ കൈനീട്ടം, അത് വാങ്ങുന്ന കുഞ്ഞിൻ്റെയോ മുതിർന്നവരുടെയോ മുഖത്ത് വരുത്തുന്ന പുഞ്ചിരിയുണ്ടല്ലോ, ആ പുഞ്ചിരിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഐശ്വര്യം. ആ പോസിറ്റീവ് എനർജിയാണ് നിങ്ങളുടെ ഗ്രഹദോഷങ്ങളെ അകറ്റാനുള്ള ഏറ്റവും വലിയ മരുന്ന്. വീടിൻ്റെ മുൻവാതിൽ തുറന്നിടുക. സുഗന്ധം പരത്തുന്ന ചന്ദനത്തിരികൾ കത്തിക്കുക. മഹാലക്ഷ്മി വരുന്നത് സുഗന്ധമുള്ള, വെളിച്ചമുള്ള, പ്രസന്നമായ വീടുകളിലേക്കാണ്. മനസ്സിൽ വിദ്വേഷമില്ലാതെ സ്നേഹത്തോടെയും ഭക്തിയോടെയും ഈ വിഷുവിനെ വരവേൽക്കുക. ആചാരങ്ങൾ വെറും ചടങ്ങുകളല്ല, അവ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഊർജമാണ്. ഭക്തിയോടെ കണി കാണുക, സ്നേഹത്തോടെ കൈനീട്ടം നൽകുക, വീടും മനസ്സും ഒരുപോലെ ശുദ്ധിയാക്കി വയ്ക്കുക. ഈ 2026 വിഷു നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും നീക്കി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ പുലരിക്ക് കാരണമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഇത്
മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. നമ്മുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വരും തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നത് നമ്മുടെ കടമയാണ്. അടുത്തൊരു അധ്യായത്തിൽ മറ്റൊരു ജ്യോതിഷ ചിന്തയുമായി നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. നന്ദി, നമസ്കാരം.